പ്രിയമുള്ളവരെ, സാധാരണയായിട്ട് ഈ നവംബർ മാസം മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ സമൂഹത്തിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ മരണം വഴി വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെ. പക്ഷെ ഒന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാം കേട്ടോ. നമ്മുടെ ചുറ്റുപാടും മറ്റു മതസ്ഥരായ എത്രയോ പേര് ജീവിക്കുന്നുണ്ട്, നമ്മുടെ അയൽപക്കങ്ങളിൽ, തൊട്ടടുത്ത വീടുകളിൽ ഒക്കെ ആയിട്ട്. നമുക്ക് അവരെ ഒന്ന് ഓർക്കുക. ഈ ദിവസം ഏത് മതത്തിൽപ്പെട്ടവരാണേലും ഏത് വിശ്വാസ സംഹിതയുള്ളവരാണേലും ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പരലോകമുണ്ടല്ലോ പ്രിയമുള്ളവരെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇന്ന ദിവസം നമ്മൾ ഇങ്ങനെയൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കളായ അയൽവക്കക്കാരായ മറ്റു മതസ്ഥരെ ഞങ്ങൾ ഓർക്കുകയാണ്. അവരെയും പരലോകത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവിച്ചിരുന്ന കാലത്ത് വന്നുപോയ കുറവുകളും കടങ്ങളും എല്ലാം ക്ഷമിച്ച് നിത്യാനന്ദം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരട്ടെ. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലപില്ലാത്ത തിരുച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.